ഞാൻ 42 വർഷം കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനാണ്. ഞങ്ങൾ കുടുംബപരമായിട്ട് കോൺഗ്രസ്സാണ്. അതിനകത്ത് നമ്മുടെ റിലേറ്റീവ്സ് തന്നെ ഫ്രീഡം ഫൈറ്റേഴ്സ്, എം കുഞ്ഞികൃഷ്ണൻ നാടാർ, അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുവനന്തപുരം നാരായണ നാടാർ. ഈ കുഞ്ഞികൃഷ്ണൻ നാടാർ 2 പ്രാവശ്യം കോവളവും പാറശാലയും MLA ആയതാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ച കൂട്ടത്തിലാണ് എം കുഞ്ഞികൃഷ്ണൻ നാടാർ. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മുൻ മന്ത്രി MR ജഗചന്ദ്രപാൽ, എൻ്റെ ബ്രദറിലെയാണ്. അദ്ദേഹത്തിൻ്റെ ഇളയ സിസ്റ്ററെയാണ് ഞാൻ മാരേജ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാലുള്ളത് എൻ്റെ കൊച്ചിനാണ് സുന്ദരൻ നാടാർ, മുൻ മന്ത്രി, ഡെപ്യൂട്ടി സ്പീക്കർ എന്ന നിലയിൽ. അപ്പോൾ ഞങ്ങളെല്ലാം കേരളത്തിൽ 41 ലക്ഷം നാടാർ സമുദായം ഉള്ളൊരു കൂട്ടമാണ്. അപ്പം അതിനകത്ത് പാലാ ജില്ലയിലും കൂടി 41 ലക്ഷം പേരുണ്ട് നാടാർ സമുദായം. അതിൽ ഏറ്റവും കൂടുതൽ ട്രിവാൻഡ്രം ജില്ലയിൽ 17 ലക്ഷം പേരുണ്ട്. അതാത് കാലങ്ങളിൽ നമ്മുടെ ലീഡർ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 1980-ലും 2000-ലും ഒരു തിരുവനന്തപുരം പാർലമെന്റ് നാടാർ സമുദായത്തിന് കൊടുത്തുകൊണ്ടിരുന്നു. അതിലുപരി 6 നിയമസഭകളിലും മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അത് പല രാഷ്ട്രീയ ഇതര കക്ഷികൾ സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ്സാണ് ഏറ്റവും കൂടുതൽ സീറ്റ് ഈ നാടാർ സമുദായത്തിന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ കോൺഗ്രസിന്റെ നേതൃത്വ സ്ഥാനങ്ങൾ, അതിൻ്റെ കേബിൾ ലീഡേഴ്സ് ഈ നാടാർ സമുദായത്തെ അകറ്റി നിർത്തുന്ന ഒരു പ്രവണത ഉള്ളതായിട്ടാണ് കാണുന്നത്. അത് ഞങ്ങൾ ഇനി ഈ നാടാർ സമുദായത്തെ വോട്ടുകുത്തികളാക്കി മാറ്റേണ്ട സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനല്ല, ഇതര രാഷ്ട്രീയ കക്ഷിക്കാരും അതിനുവേണ്ടി ശ്രമിക്കരുത്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന നിയമസഭ മത്സരത്തിൽ കേരളത്തിലെ 41 ലക്ഷം വരുന്ന നാടാർ സമുദായത്തിൽ ട്രിവാൻഡ്രം ജില്ലയിൽ മിതമായ സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത് നമുക്കത് തന്നേ പറ്റൂ. അത് ഞങ്ങളുടെ അവകാശമാണ്. നാടാരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കണമെങ്കിൽ ഞങ്ങളുടെ ശബ്ദം, നാടാരുടെ ശബ്ദം നിയമസഭയ്ക്കകത്ത് ഉണ്ടാവണം. അതിനുവേണ്ടി എല്ലാ രാഷ്ട്രീയ കക്ഷിക്കാരും ഞങ്ങൾക്ക് തരാനുള്ള സീറ്റുകൾ അതായത് നിയമസഭകളിൽ നിർത്തി ജയിപ്പിച്ച് ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് മാത്രമേ പറയുന്നു. ഓരോ ഘടകകക്ഷിക്കാർക്കും ഈ മതാടിസ്ഥാനത്തിൽ പങ്കുവയ്ക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അത് പാടില്ല. ഈ 21-ാം നൂറ്റാണ്ടിൽ സമുദായ അടിസ്ഥാനത്തിൽ തന്നെ സീറ്റുകൾ നൽകി മുമ്പോട്ട് പോകണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. എൻ്റെ വാർത്താ സമ്മേളനം ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. വാഗൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്.
ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു.